എടി നീ എവിടെത്തി? വേഗം വാ. ഒന്നും വാങ്ങണ്ട, നീ വേഗം നീ എത്തിയാ മതി. ശരി ശരി. എത്തിയോ? എന്താ ചേട്ടന്മാരെ പ്രശ്നം? ചേട്ടന്മാരെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ എന്നെ അടിക്കുന്നതെന്ന് നിങ്ങൾ കാര്യം പറ. ജീന, ഒന്നുമില്ല, നീ വാ. ജീന, നീ വാ. നീ എന്താ പറ്റിയത് പറ. ഞാൻ പറയാം, നീ വണ്ടി കേറ്. വണ്ടി എടുക്കും. ഇവൻ കാണിച്ച വൃത്തിയാണ് എന്താണെന്നറിയോ? അറിയോ? എനിക്കറിയാം.
ടീന ചീന നമുക്കിത് വേണം. ഐ എം റിയലി നോട്ട് ഷുവർ അബൌട്ട് ദിസ്. ഇപ്പൊ നീ ഇത് ചെയ്യേ. വിൽ സീ ലേറ്റർ. എടി നിന്നേക്കാ. പറ. മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോ ഡാഡി സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. ഡാഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. മനീഷിന്റെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഡാഡിക്കൊരു പ്രശ്നമായിരുന്നു. ആ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും തോന്നിയത്. അങ്ങനെ ചെയ്ത ഡാഡി സമ്മതിക്കുന്ന ഞങ്ങൾ കരുതിയത്. ആ മനുഷ്യന്റെ സങ്കടം എന്താ നിനക്കറിയോ? നീ എന്തിനാണ് ഒരു കോടി രൂപ ചോദിച്ചത്? ചേട്ടാ ഞങ്ങളത് അങ്ങനെ ഉദ്ദേശിച്ചു നീ ചോദിച്ചില്ല. നീ പൈസ ചോദിച്ചോ ഇല്ലയോ? അത് എന്റെ സെൽഫിഷ്നെസ് ആയിരുന്നു. ഞങ്ങൾക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ അത് ആവശ്യമായിരുന്നു. സാർ, പിള്ളേർക്കെല്ലാം കുറ്റബോധമുണ്ട്. മോളോട് ദേഷ്യം തോന്നരുത് സാർ. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? സാറിന് തരാറടക്കമുള്ള കടങ്ങൾ കുറേ ഉണ്ട്. അത് തീർക്കണം. കുറച്ചാണെങ്കിലും കടം ബാക്കി നിന്നാൽ അത് പെരുകും. ജീവിതത്തിൽ ഇനി ഒരിക്കലും മനസ്സമാധാനം തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ. അതെനിക്ക് തിരിച്ചു തന്നത് നിങ്ങളാ. പണം ഞാൻ തരാം. വേണ്ട, അത് ശരിയാവില്ല സാർ. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. മോളുടെ കാര്യം ഒരു മകളും ഒരച്ഛനോട് ചെയ്യാൻ പാടില്ലാത്തല്ലേ അവൾ എന്നോട് ചെയ്തു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെ അവസാനിച്ച കാര്യങ്ങള്. സാറേ വേണ്ട ചേട്ടാ. കുറച്ച് കഴിയുമ്പോൾ ശ്രീമാർ സാറ് സമ്മതിക്കുമായിരിക്കും പിള്ളേരെ. സാറേ, ഞാൻ അന്ന് തന്ന ലോട്ടറി ഇല്ലേ, അങ്ങ് കടിച്ച്. ലോട്ടറി അടിച്ചാ? ആ ലോട്ടറി എടെ? ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾക്ക് അടിക്കുന്നത്. എൻ്റെ കൈ അങ്ങനെ മോശമാവരൊന്നുമില്ല. എന്തായാലും ഇങ്ങ് ഭാഗ്യമുണ്ട്. വേടിക്ക്. കാണുന്നില്ല. ഇനി എന്ത്? കാണില്ലേ? ഇല്ല. അപ്പൊ ഇങ്ങ് ഭാഗ്യമില്ല. ഗിരിയേട്ടാ, ചോറ്റാനിക്കരാമയ്ക്കുള്ള മറക്കല്ലേ. കിട്ടിയോ? ഇത് തന്നെയാണ് സാധനം. 3000 റുപ്യ അടിച്ചേ. ഇത് 3000 രൂപ? 2970 റുപ്യ ലാഭല്ലേ? 30 റുപ്യല്ലേ മുടക്കിയുള്ളൂ. കയ്യിലിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും നല്ല മനുഷ്യന്മാരുണ്ടാവും. എന്തായാലും ഇവർക്ക് നല്ലത് വരും.